ബാലഗോപാൽ ബി നായർ പറഞ്ഞ കാര്യവും നിങ്ങൾ പറഞ്ഞ കാര്യവും തമ്മിലുള്ള വൈരുദ്ധ്യം മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ശ്രീ ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം, ഇടയ്ക്ക് രാഹുൽ ഗാന്ധി താഴെ വീഴുന്നത് കണ്ടു, അദ്ദേഹം മുഖം മറച്ചിരിക്കുന്നത് കണ്ടു, അദ്ദേഹത്തിന്റെ മുഖത്ത് പോലീസ് ചവിട്ടിയെന്ന് ചില ആളുകൾ ആരോപിക്കുന്നതായി കേട്ടു, പക്ഷെ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. രാഹുൽ ഗാന്ധി മുഖം മറച്ചുകൊണ്ടാണ് മാധ്യമങ്ങളോട് പിന്നീട് സംസാരിച്ചതെന്നാണ്. അടുത്ത കൊല്ലത്തിൽ അങ്ങ് സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് ചവിട്ടി എന്നതൊരു സ്ഥാപിത സത്യമായിട്ട് അങ്ങ് സംസാരിക്കും. അങ്ങയുടെ പക്ഷം പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് മുറിവുണ്ട്, അതിപ്പോ ആ ദൃശ്യം കണ്ടറിയാലോ. പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് ചവിട്ടി എന്ന് ഡൽഹിയിലുള്ള നിങ്ങളുടെ റിപ്പോർട്ടർക്ക് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല. അയാൾ പറഞ്ഞു എന്ന വിവരം വെച്ച് ഇവിടെ വാർത്ത അവതരിപ്പിക്കുന്ന നിങ്ങൾ ചവിട്ടിയെന്ന് നിങ്ങൾ കണ്ടതുപോലെ പറയാം. പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് ചോര പൊടിയുന്ന ദൃശ്യങ്ങളില്ലേ, അതിപ്പോ ശങ്കുട്ടിദാസിനും കണ്ടൂടെ? ശരി പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് ചോര ഒലിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. അതേപോലെ തന്നെ KSU സമരത്തില് ആളുകൾ ചോര ഒലിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ അവിടെ ആളുകൾ ഇന്റർനെറ്റ് സാക്ഷരതയുള്ള കാലഘട്ടത്തിൽ ഇത് ആളുകൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും നിങ്ങളുടെ വൈകുന്നേരത്തെ ചർച്ചയിൽ നിങ്ങൾ അവതരിപ്പിക്കുന്ന അജണ്ട വെച്ചിട്ടുള്ള നാരേറ്റീവ് കൊണ്ടല്ല ആളുകൾ സത്യങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ ചർച്ചയിൽ ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള ഡീൻ കുര്യാക്കോസ് പങ്കെടുത്തല്ലോ. അദ്ദേഹത്തെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നതിന് മുൻപ് മർദ്ദിക്കുന്നതായി കണ്ടു എന്ന് നിങ്ങൾ പറഞ്ഞു. വാഹനത്തിൽ കയറിയതിന് ശേഷം നടന്ന എന്താ നിങ്ങൾ കണ്ടോ? അത് നാട്ടുകാർ മുഴുവൻ കണ്ടിട്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോണിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് ധൈര്യം നിങ്ങൾ ഈ ദൃശ്യങ്ങൾ നിങ്ങളുടെ മാതൃഭൂമിയുടെ സ്ക്രീനിലൂടെ ഒന്ന് പ്രദർശിപ്പിക്കണം. എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? പോലീസിനെ തള്ളുന്നാണോ? എത്ര നിങ്ങൾ ലളിതവൽക്കരിച്ചു. ഡീൻ കുര്യാക്കോസ് എന്ന് പറയുന്ന മനുഷ്യൻ ആ പോലീസ് വാഹനത്തിനുള്ളിൽ കയറി തന്നെ അങ്ങോട്ട് ഇരുത്താൻ ശ്രമിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള പോലീസ് കോൺസ്റ്റബിളിന്റെ കോളറിൽ പിടിക്കുകയും അയാളെ പിടിച്ച് തള്ളുകയും അയാളുടെ പുറത്തടിക്കുകയും ചെയ്യാണ്. അവിടെ കൂടെയുള്ള പോലീസുകാർ പറയുന്നുണ്ട് ചെയ്യരുത്. പുറത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ അവിടെ നിന്ന് ആർത്ത് വിളിക്കുന്നുണ്ട്, അയാൾ MP ആണ് എന്നുള്ളത്. അതായത് അയാൾ വലിയ IPS ഉദ്യോഗസ്ഥനോ അധികാരപ്രമത്തനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളുടെയും ധാർഷ്ട്യമുള്ള ഒരാളൊന്നല്ല. അവന്റെ നിത്യകൂലിക്ക് വേണ്ടി ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വേതനത്തിന് വേണ്ടിയിട്ട് പോലീസ് യൂണിഫോം ഇട്ട് വന്നിട്ടുള്ള ഒരു സാധാരണക്കാരനെയാണ് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നുള്ള ധാർഷ്ട്യം കൊണ്ട് MP പിടിച്ച് മർദ്ദിക്കുന്നത്. അതിനെപ്പറ്റി നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലേ? 118 പോലീസുകാർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. അതിൽ 5 IPS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ. ഈ പറയുന്ന CJP പ്രതിഷേധത്തിൽ ആകെ പരിക്ക് പറ്റിയിട്ടുള്ള പ്രതിഷേധക്കാരുടെ എണ്ണം 60 ആണെങ്കിൽ പരിക്ക് പറ്റിയിട്ടുള്ള പോലീസുകാരുടെ എണ്ണം 120 അടുത്താണ്. അതിൽ നിങ്ങൾക്ക് യാതൊരു പ്രതിഷേധവും ഇല്ലേ? ഈ പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു ഹൈ സെക്യൂരിറ്റി സോണാണ്. അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. 2001 പാർലമെന്റ് അറ്റാക്കിന് ശേഷം അവിടെ അമിതമായിട്ടുള്ള സുരക്ഷയുണ്ട്. ആ മേഖലയിലേക്ക് യാതൊരു തരത്തിലുള്ള പ്രകടനങ്ങളോ പ്രതിഷേധങ്ങളോ അനുവദിക്കാറില്ല. ഇനി എന്തെങ്കിലും തരത്തിലുള്ള മാർച്ച് നിങ്ങൾ നടത്തണമെങ്കിൽ നിങ്ങൾ ഡൽഹി പോലീസിൽ നിന്ന് മുൻകൂറായിട്ട് അപേക്ഷ കൊടുത്ത് നിങ്ങൾ അനുമതി മേടിക്കണം. ഈ CJP പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? ഒരു അപേക്ഷയും ഇല്ലാണ്ട് രാജ്യത്തിന്റെ ഏറ്റവും അതിസുരക്ഷാ മേഖലയിലേക്ക് ആയിരക്കണക്കിന് ആളുകളെ കൂട്ടി മാർച്ച് നടത്തുകയും അത് തടയാൻ ശ്രമിക്കുന്ന പോലീസുകാരെ കല്ലെറിയുകയും